നമ്മളെല്ലാവരും മൊബൈൽ ലോക്ക് ചെയ്തിടാറുണ്ടല്ലേ? എന്തിനാണ് മൊബൈൽ ലോക്ക് ചെയ്തിടുന്നത്? അതായത് നമ്മുടെ പ്രൈവസിയാണ് നമ്മുടെ മൊബൈൽ. ഇതിൽ ഒരുപാട് രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടാകാം. ഇതിൽ ആരും കൈകടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിടുന്നത്. എന്നാൽ നമ്മളറിയാതെ ആരെങ്കിലും നമ്മുടെ മൊബൈലിൻ്റെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടാകാറുണ്ടോ? എങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ആരെങ്കിലും ലോക്ക് തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം ഏത് സമയത്താണ് ലോക്ക് തുറക്കാൻ ശ്രമിച്ചത് ആ ടൈം സഹിതം നിങ്ങൾക്ക് അറിയിച്ചു തരും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ താഴെ അക്സെപ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഈ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ നെക്സ്റ്റ് പോവുക. അതിനുശേഷം ഇവിടെ ഇതുപോലെ ഫിനിഷ് ആകും. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് ടോഗിളും ഓപ്പൺ ചെയ്യുക. ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോഴും ഇതുപോലെ ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കും. അവിടെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. അതിനുശേഷം രണ്ടാമത്തെ ആ ഒരു ടോഗിൾ കൂടി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ ആ ഒരു ടോഗിൾ ഗ്രീൻ കളറായിട്ടുണ്ടാകും. ഓക്കെ, ഇത്രയും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം ബാക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബാറ്ററി ഓപ്റ്റിമൈസേഷൻ്റെ ഒരു പെർമിഷൻ അത് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് നിങ്ങളുടെ സ്ക്രീൻ നിങ്ങൾ ലോക്ക് ചെയ്യുക. ഇനി ആരെങ്കിലും തെറ്റായ പാസ്കോഡ് അടിച്ചിട്ട് ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ലോക്ക് തുറക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുകയാണ്. ഇവിടെ ഞാൻ കൊടുത്ത പാസ്വേഡ് അവർക്ക് അറിയില്ലല്ലോ. അവർ ഏതെങ്കിലും ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ്. അവർക്ക് തുറക്കാൻ കഴിയുന്നില്ല. ഓക്കെ, വീണ്ടും മറ്റൊരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാണ്. വീണ്ടും തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, അവർ പരാജയപ്പെട്ടു. ഇനി നമ്മുടെ കയ്യിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ നമ്മുടെ ലോക്ക് തുറക്കുമല്ലോ, ഫിംഗർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പിൻ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോക്ക് തുറക്കും. ലോക്ക് തുറന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു മെസ്സേജ് വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വ്യക്തിയുടെ ഫോട്ടോ. ഞാനിപ്പോൾ ക്യാമറ മാറ്റി പിടിച്ചതുകൊണ്ടാണ് അവിടെ ഫോട്ടോ, അതുപോലെ തന്നെ ഏത് ടൈം, ഏത് ഡേറ്റ്, ആ ടൈമിലാണ് ഇവർ തുറക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഹിഡൻ ചെയ്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഉണ്ട് എന്ന് തുറക്കുന്ന ആൾക്ക് മനസ്സിലാകില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ലോക്ക് തുറക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇത് തികച്ചും ഫ്രീ ആണ്. നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.